കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഫോൺ 8075214911. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വളരെ മഹത്വമേറിയ ഈ റമളാൻ മാസത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ആരാധനയെ സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അറിയുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്കുള്ള പ്രബോധന പ്രവർത്തനമാകുന്നു. ഏറ്റവും വലിയ ഇബാദത്തുകളിൽപ്പെട്ടതാണത്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. ധാരാളം നേട്ടങ്ങളാണ് ഇഹത്തിലും പരത്തിലും പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുക എന്ന് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടത്. ഏതാനും ചില കാര്യങ്ങൾ, 10ഓളം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത്, പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് നാം കാരണത്താൽ ഹിദായത്ത് ലഭിക്കുക എന്നതിനേക്കാൾ വലിയ എന്ത് നേട്ടമാണുള്ളത്? കാരണം അതിലൂടെ ആ വ്യക്തി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും നിത്യവാസിയായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാം കാരണം ഒരാൾ ഹിദായത്തിലേക്ക് വരാൻ നാം പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫവല്ലാഹി ലഅൻ യുഹ്ദാ ബിക റജുലുൻ വാഹിദുൻ ഖൈറുൻ ലക മിൻ ഹുമരിൻ നഅം. അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറയുകയാണ്, അള്ളാഹുവാണെ താങ്കൾ കാരണത്താൽ ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയാൽ അത് ചുവന്നു തൊടുത്ത ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാൾ താങ്കൾക്ക് ഖൈറായതാണ്. അതുകൊണ്ട് നമ്മിലൂടെ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാകാനുള്ള അവസരമുണ്ടാകട്ടെ. അതുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊള്ളുക. രണ്ടാമത്തത്, മനുഷ്യർ പറയുന്ന വാക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ദീനിലേക്കുള്ള ദഅവത്താണ്. സൂറത്തു ഫുസ്സിലത്തിലെ 33-ാമത്തെ ആയത്തിൽ കാണാം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരാണുള്ളത്? അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഇസ്ലാമിൻ്റെ തൗഹീദിലേക്കും അടക്കം റഹ്മാനായ റബ്ബിൻ്റെ മതത്തിലേക്ക്, അവൻ്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ് ഏറ്റവും നല്ല വാക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. മൂന്നാമത്തത്, ഏറ്റവും ഉത്തമ സമൂഹമായി മാറാനുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ്. സൂറത്തു ആലു ഇമ്രാനിലെ 110-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമ സമൂഹമാകുന്നു. അതിനുള്ള കാരണം എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫ്. നിങ്ങൾ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നു, നന്മ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ. നീചവൃത്തികളിൽ നിന്ന് നിങ്ങൾ തടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വാസികളുടെ ഏറ്റവും വലിയ അടയാളമാണ്. ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, തിന്മകളിൽ നിന്ന് അവരെ തടയുകയും വേണം. ഇന്ന് ഇത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സകല നന്മകളും മനുഷ്യർ മറന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ തിന്മകളും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഖുർആനിൻ്റെ, ഇസ്ലാമിൻ്റെ, പ്രവാചകൻ പഠിപ്പിച്ച നന്മകളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം ഉത്തമ സമൂഹമായി മാറുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നാലാമത്തത്, വിജയത്തിൻ്റെ അടിസ്ഥാനം ദഅവത്താണ്, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ്. സൂറത്തു ആലു ഇമ്രാനിലെ 104-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഉണ്ടാവട്ടെ. എന്താണ് അവരുടെ പ്രത്യേകത? യദ്ഊന ഇലൽ ഖൈർ, അവർ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മുൻകർ, തിന്മയെ തൊട്ട് തടയുകയും ചെയ്യുന്നു. വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ എന്നാണ്, അവരാണ് വിജയികൾ എന്നാണ്.
അപ്പോൾ ഈ ലോകത്തും പരലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ നന്മകളിലേക്കും ജനങ്ങളെ ക്ഷണിക്കണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തുകൊണ്ട് പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കണം. അഞ്ചാമത്തത്, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഉദറ് ബോധിപ്പിക്കുവാൻ പ്രബോധനം നടത്തിയ ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സൂറത്തു അൽ അറാഫിലെ 164 ആയത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച ബനൂ ഇസ്രായേല്യരോട് ഉപദേശം നടത്തിയ ആളുകളോട് ചില ആളുകൾ ചോദിച്ചു, നിങ്ങളെന്തിനാണ് അവരെ ഉപദേശിക്കുന്നത്? അള്ളാഹു അവരെ ശിക്ഷിച്ചുകൊള്ളും, നിങ്ങളെന്തിനാണ് അവരുടെ പിന്നാലെ കൂടി പ്രബോധനം നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി, ഖാലൂ മഅ്സിറതൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് ഉദറ് പറയാനാണ്, വലഅല്ലഹും യത്തഖൂൻ, ഒരു വേള അത് കേട്ട് അവർ നന്നാവുകയും ചെയ്യാമല്ലോ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാമല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞത് മഅ്സിറതൻ ഇലാ റബ്ബിക്കും, അള്ളാഹുവിലേക്ക് ഉദറ് പറയാനാണ്. കാരണം റഹ്മാനായ റബ്ബ് ചോദിക്കും, നിങ്ങൾ പഠിച്ചറിഞ്ഞ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോ? അവർ തെറ്റുകൾ ചെയ്തപ്പോൾ നിങ്ങൾ അവരെ തടഞ്ഞോ? നന്മ അവർ മറന്നുപോയപ്പോൾ നിങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തിയോ എന്ന് അള്ളാഹു ചോദിക്കും. അപ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകേണ്ടതുണ്ട്. ആറാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും വേണം. ഏറ്റവും വലിയ സഹകരണം നന്മയിൽ എന്ന് പറയുന്നത് നന്മ പറഞ്ഞു കൊടുക്കലാണ്, പ്രബോധനം ചെയ്യലാണ്, തൗഹീദ് പഠിപ്പിക്കലാണ്, ഷിർക്കിനെ തൊട്ട് വിലക്കലാണ്, സുന്നത്ത് മനസ്സിലാക്കി കൊടുക്കലാണ്, ബിദ്അത്തിനെ തൊട്ട് തടയലാണ്. ഇങ്ങനെ ഏറ്റവും ഖൈറായതും തഖ്വയിൽ അധിഷ്ഠിതവുമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ സഹായിക്കുക, ജനങ്ങൾക്കത് പറഞ്ഞു കൊടുക്കുക, തിന്മയെ തൊട്ട് അവരെ തടയുക, അതാണ് ഏറ്റവും വലിയ സഹായം, അതാണ് ഏറ്റവും വലിയ സാമൂഹിക ക്ഷേമ പ്രവർത്തനം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് സഹകരിച്ചും പരസ്പരം സഹായിച്ചും മുന്നോട്ട് പോകണം. അങ്ങനെ ചെയ്താൽ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തി തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു ആ വ്യക്തിയെ സഹായിക്കുന്നതാണ്. ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ദീന് പറഞ്ഞു കൊടുക്കലാണ്, ദീനനുസരിച്ച് ജീവിക്കാൻ ഒരാളെ സഹായിക്കലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകുക. ഏഴാമത്തത്, ശപിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥക്കാണ് ലഅനത്ത് എന്ന് പറയുന്നത്. അത്തരമൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. സൂറത്തുൽ മാഇദയിലെ 79-ാമത്തെ ആയത്തിൽ കാണാം, ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വ കാനൂ യഅ്തദൂൻ, ബനു ഇസ്രായേലിൽപ്പെട്ട നിഷേധികൾ ശപിക്കപ്പെട്ടു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാവിലൂടെ. അതിനുള്ള കാരണം അവർ അനുസരണക്കേട് കാണിക്കുന്നവരും അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരുമായിരുന്നു. ഇത് 78-ാമത്തെ ആയത്തിലാണ്. എന്നിട്ട് അതിനുള്ള കാരണം, അവർ ശപിക്കപ്പെടാനുള്ള കാരണം 79-ൽ പറയുന്നത്, കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ ലബിഅസ മാ കാനൂ യഫഅലൂൻ, അവർ തെറ്റുകൾ ചെയ്തപ്പോൾ, തിന്മകൾ ചെയ്തപ്പോൾ അത് പരസ്പരം വിലക്കിയില്ല, പറഞ്ഞു കൊടുത്തില്ല, പ്രബോധനം നടത്തിയില്ല. ആളുകൾ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ, എന്തിന് ഇടപെടണം എന്നവർ ചിന്തിച്ചു. അത് കാരണത്താൽ അവർ ശപിക്കപ്പെട്ടു എന്നാണ്. ഒരിക്കലും ആ ഒരു അവസ്ഥ ഈ ഉമ്മത്തിന് വരരുത്. അതുകൊണ്ട് ജനങ്ങൾ തിന്മ ചെയ്യുമ്പോൾ അരുതേ എന്ന് പറയണം, അവരുടെ കൈകൾ പിടിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആ നിലക്ക് പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകണം. എട്ടാമത്തത്, നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമായി തീരും, ദഅ്വാ പ്രവർത്തനം കാരണമായി തീരും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വ മാലിഹി വ വലദിഹി വ ജാരിഹി, ഒരു വ്യക്തി പല നിലക്കുമുള്ള ഫിത്നയിൽപ്പെടും. വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അബദ്ധം സംഭവിക്കും. തൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ, സ്വത്തിൻ്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, അയൽവാസികളുടെ കാര്യത്തിൽ. തുകഫിറുഹ അസ്സലാത്തു വസ്സൗമു വസ്സദഖത്തു വൽ അംറു വന്നഹിയു, എന്നാൽ അത്തരം സംഭവിച്ചു പോകുന്ന ചെറിയ പാപങ്ങളെ
മായ്ച്ചു നൽകും. എന്തൊക്കെ? ഒന്ന് നമസ്കാരം, മറ്റൊന്ന് നോമ്പ്, ഒന്ന് സദഖ. അതിൽ പ്രവാചകൻ ഉൾപ്പെടുത്തിയത് വൽ അംറു വൻ നഹ്യു, അഥവാ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്താൽ നിങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രബോധന പ്രവർത്തനങ്ങൾ വീട്ടിലും കുടുംബത്തിലും അയൽപക്കത്തുമൊക്കെ നമ്മൾ സജീവമാക്കുക. 9, പൊതുവായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. ഇല്ല എങ്കിൽ പൊതുവായ ശിക്ഷ വന്നു ഭവിക്കും. പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത അവസ്ഥ വരെ ഉണ്ടാകും. അത്തരമൊരു സാഹചര്യം ഇല്ലാതെയാവണമെങ്കിൽ ദഅവത്ത് നടത്തണം. ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, ഹുദൈഫ റളിയല്ലാഹു തആല അൻ പ്രവാചകനിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതഅമുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകർ. എൻ്റെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കൈകളിലാണോ ആ റബ്ബ് തന്നെ സത്യം. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. ഔ ലയൂഷിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു. ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്നുള്ള ഒരു പൊതുവായ ശിക്ഷ നിങ്ങളിലേക്ക് അയക്കും. സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബു ലക്കും. പിന്നീട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പൊതു ശിക്ഷ വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. അത് വരാതിരിക്കാൻ പ്രവാചകൻ പറയുന്നത് എന്താണ്? നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത്തരം ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാവുക. 10, നാം ഒരു കാര്യം, ഒരു നന്മ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ നന്മ അനുസരിച്ച് ആ വ്യക്തി പ്രവർത്തിക്കുന്ന കാലത്തോളം ആ പ്രവൃത്തിയുടെ നന്മയുടെ പ്രതിഫലം പറഞ്ഞു കൊടുത്ത ആൾക്കും ലഭിക്കുന്നതാണ്. അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ദഅ ഇലാ ഹുദൻ, ആരെങ്കിലും ഒരു സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു, ആ വ്യക്തി പറഞ്ഞതനുസരിച്ച് ഫോളോ ചെയ്ത അതിനെ പിന്തുടർന്ന ആളുടെ പ്രതിഫലം പറഞ്ഞുകൊടുത്ത ആൾക്കും ലഭിക്കുന്നതാണ്. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ, അത് പ്രവർത്തിച്ച ആളുടെ പ്രതിഫലത്തിൽ നിന്ന് ഒരു കുറവും വരുത്താതെയാണ് നൽകപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച വ്യക്തിക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കും. പക്ഷേ അതേ പ്രതിഫലം അതേ അളവിൽ ആ വ്യക്തിക്ക് ആ നന്മ പറഞ്ഞു കൊടുത്ത ആൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. അപ്പോൾ എത്രമാത്രം നന്മകൾ നമ്മൾ പ്രചരിപ്പിക്കുന്നുവോ അത്രയും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ നിലക്ക് ഒട്ടനവധി ഖൈറുകൾ, ഒട്ടനവധി നന്മകൾ ഉള്ള ഒരു കാര്യമാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തൽ, ഖുർആനിനെ, പ്രവാചകനെ, പ്രവാചകൻ്റെ ചര്യകളെ, തൗഹീദിനെ ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കൽ, ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്ക് നീക്കിക്കൊടുക്കൽ, മതപരമായ സംശയങ്ങൾ ആളുകൾക്ക് ദൂരീകരിച്ചു കൊടുക്കൽ, തിന്മയുടെ ആധിക്യമുള്ളൊരു കാലഘട്ടത്തിൽ നന്മയുടെ പ്രചാരകരായിത്തീരൽ, ഇതൊക്കെ വളരെ വലിയ കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ദഅവ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുക, പ്രാധാന്യം നൽകുക. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ഏറ്റവും നല്ല വാക്കുകൾ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075 214 911.